ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് കുപ്പിവളയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു സഞ്ചിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കവർ കണ്ടോ അങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കുക. അതിനായിട്ട് ബോക്സൊന്നുമില്ല. അപ്പോൾ ബോക്സൊക്കെ നമുക്ക് ചീപ്പായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ വിചാരിക്കും മീഷോയിലൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് മേടിച്ചു കൂടെയെന്ന്. അതിലൊരു ത്രില്ലില്ല. അപ്പോൾ ഞാൻ ഈ ബാങ്കിലൊക്കെ ഇടാനായിട്ട് ഞാൻ തന്നെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ എന്ന്. അതിനായിട്ട് ഞാനൊരു നമ്മുടെ വളയുടെ അളവിലൊരു കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പേപ്പർ ട്യൂബ്സാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും നമ്മളിങ്ങനെ ഇപ്പോൾ ഇത് ട്യൂബ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മൾ ആ റൗണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അവിടെ നല്ലപോലെ നമ്മളിങ്ങനെ പരത്തി, ഞാൻ പറയുന്നതിനൊക്കെ കൂടുതൽ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇങ്ങനെ പരത്തിയിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇവിടെ നമുക്ക് ആ റൗണ്ടിൽ നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 റൗണ്ടിലും ചുറ്റിച്ച് കൊടുക്കണം. പിന്നെ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ഇതുപോലെ എടുക്കണം കേട്ടോ. അപ്പോൾ പേപ്പറും ഈ ഒരു കാർഡ്ബോർഡും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടോ, നമ്മളിങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഒരു ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കുറച്ചൊരു നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ എടുത്തേക്കുന്ന റൗണ്ട് എത്രയാണോ അതിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീളമൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കണ്ടോ, ആ റൗണ്ട് അവിടെ അങ്ങനെ കറക്റ്റായിട്ട് ചുറ്റുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വേറെ നമുക്കിപ്പോൾ ചിലവ് പശ മാത്രമാണ്, പശയും പെയിൻറ്റുമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയാലും യൂസ് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇതൊക്കെ പെയിൻറ്റ് അടിക്കുന്നതെന്നുള്ളൂ. ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ട്യൂബ് ഞാനിങ്ങനെ പരത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മൂടി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മതിയാക്കി ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ജസ്റ്റ് കുറച്ചധികം എടുത്തിട്ട് ഞാൻ അതുപോലെ ആ 2 അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു അടപ്പ് പോലെ നമുക്കത് കിട്ടും. കണ്ടോ, അങ്ങനെ തുറന്നടക്കുക. ഇനി കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, മുത്തൊക്കെ. അപ്പോൾ ഞാനതൊക്കെ വെച്ചിട്ട് ഞാനിതിന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യുന്ന ലേസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ മിററൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചാൽ ഭംഗി കൂടും. പിന്നെ അങ്ങനെ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലേസിൻ്റെ ഇങ്ങനെ ഫ്ലവർ ലേസ് ഉണ്ടല്ലോ, അതിങ്ങനെ പല കളർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇത്രയൊക്കെ ഭംഗിയിലൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് റിസൾട്ട് വരുന്നത്. എങ്ങനെയുണ്ട് ഇത് ചെയ്ത് കൊള്ളാമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അങ്ങനെ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരാം. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം.